ഹായ്. അർജന്റീന വേഴ്സസ് മൗറിറ്റേനിയ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മൗറിറ്റേനിയ. 2-1 അർജന്റീന കളി ജയിച്ചത്. താരതമ്യേന ദുർബലമായ ടീമായിട്ടാണ് അർജന്റീന ഇറങ്ങിയത്. ലയണൽ മെസ്സി ഇറക്കം കളിച്ചിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല. അതായത് യുറുഗ്വായ്, പരാഗ്വായ്, ചിലെ, ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, വെനിസുല, എക്വഡോർ ഇങ്ങനെയുള്ള ഫുട്ബോൾ അധികായന്മാരുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരാണ് അർജന്റീന. അവർ കളിക്കുന്ന ആരോടാണ്? ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ആഫ്രിക്കയിൽ നിന്നുള്ള ഗ്രൂപ്പ് ബിയിലെ 6 ടീമുകളിൽ 10 കളിയിൽ നിന്ന് 7 പോയിന്റുമായി 5-ാം സ്ഥാനത്തുള്ള ടീമാണ് മൗറിറ്റേനിയ. അതായത് സെനഗൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ദെൻ സുഡാൻ, ദെൻ ടോഗോ, ദെൻ മൗറിറ്റേനിയ, ദെൻ സൗത്ത് സുഡാൻ. അങ്ങനെയുള്ള ടീമാണ് മൗറിറ്റേനിയ. സോ അതും കൂടാണ്ട് നോക്കൂ, അവർ 17-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസും 32-ാമത്തെ മിനിറ്റിൽ മറ്റേ നിക്കോ പാസും മൗറിറ്റേനിയയുടെ ഗോൾ വല ചലിപ്പിച്ചു. ആ 32-ാമത്തെ മിനിറ്റിന് ശേഷം 94 മിനിറ്റ് വരെ, അതായത് ഇഞ്ചുറി ടൈം 4 മിനിറ്റ് കൂട്ടിയിട്ടാണ് പറയുന്നത്, 62 മിനിറ്റ് അർജന്റീനയെ ഗോളടിക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവർ പൊരുതി കളിക്കുകയും ചെയ്തു. 93-ാമത്തെ മിനിറ്റിൽ ജോർഡൻ ലെഫർട്ട് അർജന്റീനയുടെ ഗോൾ വല ചലിപ്പിക്കുകയും ചെയ്തു. നോക്കിയപ്പോൾ ഇനി ബാക്കി കുറേ മത്സരങ്ങൾ ഇന്നലെ നടക്കുന്നുണ്ടായി. പൊരുതി കളിച്ച സ്വിറ്റ്സർലാൻഡിനെ ശക്തരായ ജർമ്മനി 4-3 തോൽപ്പിയുണ്ടായി. അതും കൂടെ മറ്റേ സ്പെയിൻ 3-0 സെർബിയയെ തോൽപ്പിച്ചു. സൗത്ത് ആഫ്രിക്കയും മറ്റേ പനമയും തമ്മിലുള്ള കളി 1-1 സമനിലിപ്പിച്ചു. ഇറാനെ നൈജീരിയ 2-1 തോൽപ്പിച്ചു. പിന്നെ നോക്കൂ, ഈ ജൂണിലും ജൂലൈയിലും വരാനിരിക്കുന്ന നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന ഉള്ളത്. ആ ഗ്രൂപ്പിൽ അർജന്റീന, അൾജീരിയ, ദെൻ ആസ്ട്രിയ, ദെൻ യു ഹാവ് ജോർഡൻ. സോ അവർ കളിച്ച കളികൾ നോക്കൂ. അർജന്റീന കളി ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കും. അവർ അൾജീരിയ 7-0 ഗോട്ടിമാലിനെ തകർത്ത് വിട്ടത്. പിന്നെ ആഫ്രിക്കൻ വന്യതയുടെ കരുത്തുമായി എത്തിയ ഘാനയെ ആസ്ട്രിയ 5-1 മലർത്തിയടിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റിയ. നമുക്ക് ജോർഡാൻ്റെ കളി നോക്കൂ. ജോർഡാൻ മറ്റേ കോസ്റ്റോറിക്കയായിട്ട് 2-2 സമനിലയിൽ പിരിഞ്ഞു. പിന്നെ നമുക്ക് അപ്പോൾ ശക്തമായി